ടി ജി, ഇന്നലത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത, നമ്മുടെ ഇന്ത്യൻ ആർമിയിലെ ഒരു ഓഫീസറെ സസ്പെൻഡ് ചെയ്ത കേസ്. സസ്പെൻഷൻ വന്നത് 2021 പിന്നെ അത് ഡൽഹി ഹൈക്കോടതിയിൽ കേസ് പോയി. ഡൽഹി ഹൈക്കോടതി ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ആ കേസ് ശരിവെച്ചു. അദ്ദേഹം സുപ്രീം കോടതി പോയി. ഇന്നലെ സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, നമ്മുടെ പുതിയ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ആ കേസ് ശരിവെച്ചിരിക്കുന്നു. കാര്യം ഇതാണ്, അദ്ദേഹം മലയാളിയാണെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് സാമുവൽ കമലേശൻ എന്നാണ്. 2017 അദ്ദേഹം ഇന്ത്യൻ ആർമിയിൽ വന്നത്, ഓഫീസറായിട്ടാണ് വന്നത്. ഇപ്പോൾ അദ്ദേഹം 2020-21 ആയപ്പോഴേക്ക് അദ്ദേഹം ഒരു ട്രൂപ്പിൻ്റെ ലീഡറാണ്. ട്രൂപ്പിൻ്റെ ലീഡറായിരിക്കുമ്പോൾ ആ ട്രൂപ്പിൽ എല്ലാവരും ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് സിഖുകാരാണ്. അപ്പോൾ പഞ്ചാബിലെ ഒരു ഗുരുദ്വാരയിൽ എല്ലാ ദേവാലയങ്ങളിലും പോയി പരിശീലനം കൊടുക്കുന്നത് പോലെ എല്ലാ ദേവാലയങ്ങളെയും ആദരിക്കാനുള്ള പരിശീലനത്തിന് പോകുന്ന വഴിയിൽ ഗുരുദ്വാരയിൽ കയറാൻ പറഞ്ഞപ്പോൾ ഇയാൾ ഗുരുദ്വാരയിൽ ഞാനില്ല, ഞാൻ പുറത്ത് നിന്നോളാം എന്ന് പറഞ്ഞ് മാറിയെന്നു. അത് ഇൻഡിസിപ്ലിനായിട്ട് കണക്കാക്കിയിട്ടാണ് ഇയാളുടെ പേരിൽ ആക്ഷൻ വന്നത്. സസ്പെൻഷൻ ഡിസ്മിസലാക്കുന്നതിന് മുമ്പ് ഒരു പാതിരിയെ വിളിച്ചിട്ട് അഡ്വൈസ് ചോദിച്ചു. പാതിരി പറഞ്ഞു, യൂണിഫോം ഇട്ട് രാജ്യത്ത് സേവിക്കുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ ഡീറ്റെയിൽസ്, ഈച്ച് ആൻഡ് എവരി ലൈൻ ആൻഡ് വേർഡ്സ് ഒന്നും നോക്കേണ്ട യാതൊരു കാര്യമില്ല. എല്ലാ ദൈവങ്ങളെയും എല്ലാ വിശ്വാസത്തെയും ബഹുമാനിക്കാൻ ബാധ്യസ്ഥരാണ് എല്ലാവരും എന്നൊക്കെ ഉപദേശം കൊടുത്തു. എന്നിട്ടും കേട്ടില്ല. ഇതാണ് കേസ്. ഹൈക്കോടതിയിലും തള്ളിക്കളഞ്ഞപ്പോൾ അപ്പീൽ പോയതാണ്. സുപ്രീം കോടതി ഇന്നലെ അത് കൃത്യമായി വളരെ വിശദമായ വിചാരണ ഇന്നത്തെ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി വാദിച്ച വക്കീൽ അഡ്വക്കേറ്റ് ഗോപാൽ ശങ്കര നാരായണനാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ലോ പോയിന്റാണ് ഉയർത്തിയത്. ഒന്ന്, ഭരണഘടനയിൽ ഏറ്റവും പ്രധാന യൂണിഫോം ഇട്ടത് ഏത് യൂണിഫോം എന്നുള്ളതല്ല, പൗരാവകാശം എന്നതിൽ ആർട്ടിക്കിൾ 25 പട്ടാളക്കാരനും ബാധകമാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. രണ്ട്, ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ഈ വലിയ ദുർവാശിയൊന്നുമില്ല. ഹോളിക്കും ദീപാവലിക്കും ഒക്കെ പോകാറുണ്ട്. അന്യമതങ്ങളെ ആദരിക്കുന്ന ഒരാളാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഗുരുദ്വാര എന്ന് പറയുന്നത് ഒരു സർവമത സമഭാവനയുടെ സ്ഥലമൊന്നുമല്ല, സർവധർമ്മ സ്ഥലമൊന്നുമല്ല. നമ്മുടെ പാർലമെൻറ്റ് മന്ദിരത്തിലെ ക്ഷേത്രത്തിൽ പോകണം എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും പോകുന്ന സ്ഥലമാണ്. ഇത് അതുപോലെ അല്ല, ഒരു പ്രത്യേക മതത്തിൻ്റേത് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം വാദിച്ചു നോക്കി. പക്ഷേ സുപ്രീം കോടതി അവസാനമായി വളരെ അഡമൻ്റായിട്ട് തള്ളിക്കളഞ്ഞു. ഇദ്ദേഹം വളരെ വഴക്കാളിയാണ്. കാൻഡൻഗ്രസ് എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. കടുത്ത വഴക്കാളിയാണ്. അങ്ങനെ ഒരാളെ ഡിസിപ്ലിനുള്ള ഒരു യൂണിഫോം ഇട്ട സേനയിൽ നിർത്തുന്നത് ഏത് ഘട്ടത്തിലും ഇന്ത്യക്ക് അത് അപകടമായിരിക്കും എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ സേവനം ഇന്ത്യൻ ആർമിക്ക് വേണ്ട എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. ഇതാണ് സാഹചര്യം. എങ്ങനെയാണ് ടി ജി ഇതിനെക്കുറിച്ചുള്ള ഈ മൊത്തം എപ്പിസോഡിനെ ഇത് ആദ്യത്തെ കേസല്ല. ഒരു 2 വർഷം മുമ്പ് ഇതുപോലെ തന്നെ മിലിറ്ററിയിൽ തന്നെ ഒരു ഗ്രൂപ്പിൽ, അയാളും ക്രിസ്ത്യാനിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പെന്തക്കോസ്തോലായിരിക്കും. അയാളിതുപോലെ, അത് ഹിന്ദു ക്ഷേത്രമായിരുന്നു. ഹിന്ദു ക്ഷേത്രത്തിൽ ഞാൻ കയറിയില്ല, കൂടെയുള്ളവർ കയറി. അവർ പ്രാർത്ഥിക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, ഞാൻ പുറത്ത് നിൽക്കാം, ഞാൻ കയറിയില്ല. ഇതായിരുന്നു അയാളുടെ വാദം. അയാളെയും ഇതുപോലെ ഒരുപാട് എക്സ്പ്ലനേഷൻസ് അയാളെ വിളിച്ചു വരുത്തി. പുറത്തുനിന്ന് കൗൺസിലിംഗ് ഒന്നും കൊടുത്തില്ല. അകത്തവർ പട്ടാളത്തിലെ ഓഫീസർമാരെ വിളിച്ചിട്ട്, പട്ടാളത്തിന് ഒരു ചിട്ടയുണ്ട്, നമ്മൾ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു നാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, അത് പ്രവൃത്തിയിൽ കാണണം. നിങ്ങൾ ഹിന്ദു ക്ഷേത്രത്തിൽ പോകണം, അവിടുത്തെ രീതി അനുസരിച്ച് തൊഴണം, എല്ലാ ചടങ്ങിലും പങ്കെടുക്കണം, പ്രസാദം വാങ്ങണം, അത് കഴിക്കണം. ഇതൊക്കെ പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. രാജ്യരക്ഷാ പരിശീലനം. നിങ്ങൾക്ക് വ്യക്തിപരമായ വിശ്വാസമുണ്ട്, അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കാര്യം മാത്രമാണ്. ആചരണത്തിൽ നിങ്ങൾ ഇന്ത്യൻ പട്ടാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആചരിച്ച് കാണിക്കണം. എല്ലാ മതവും തുല്യമാണ്, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ തുല്യമായിട്ട് തന്നെ എല്ലാ സ്ഥലത്തും പ്രാർത്ഥിക്കണം. യു മസ്റ്റ് ഷോ ദ എക്സാമ്പിൾ. നാക്കുകൊണ്ട് പറയാൻ എളുപ്പമാണ്, എല്ലാ മതങ്ങളെയും ഞാൻ ആദരിക്കുന്നു, എൻ്റെ മതത്തെ പ്രത്യേകം ആദരിക്കുന്നു. ഈ കള്ളത്തരം ഇത് രാഷ്ട്രീയത്തിലൊക്കെ പറ്റും, പട്ടാളത്തിൽ പാടില്ല. കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കം ആയിട്ട് ഇവരെല്ലാം ഉന്നയിക്കുന്നൊരു കേസ് കേരള ഹൈക്കോടതിയുടെ കേസാണ്. ബിജോ ഇമ്മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഏത് വർഷം? അതിൽ കുറേ വർഷമായത്, 80കളിലെ മറ്റൊരു ജഡ്ജ്മെൻറ്റാണ്.
അതിലാണ് യഹോവ സാക്ഷികൾക്ക് ഓ ജനഗണമന ചൊല്ലുന്നതിൽ നിന്ന് ആ ഇളവ് കേസാണത്. കൊടുത്തത്. ആ റൈറ്റ്. അപ്പോൾ അവർ ഫൈനലി യഹോവ സാക്ഷികൾ പറഞ്ഞു, ഞങ്ങൾ ജനഗണമന ചൊല്ലുമ്പോൾ ഞങ്ങൾ എണീറ്റ് നിൽക്കാം, പക്ഷെ ഞങ്ങളത് ചൊല്ലില്ല. അത് കോടതി സമ്മതിച്ചു. അത് ശരി. എണീറ്റ് നിന്നാൽ മതി, റെസ്പെക്റ്റായി. വാസ്തവത്തിൽ ജനഗണമന ദേശീയഗാനം ചൊല്ലുമ്പോൾ നമ്മൾ എണീറ്റ് നിൽക്കുകയും കൂടെ പാടുകയും വേണം. പാടി നമ്മൾ ഇപ്പം നമുക്ക് അപസ്വരമാണ്, കാളരാഗമാണ്, അങ്ങനെയാണെങ്കിൽ ചുണ്ടെങ്കിലും അനക്കണം. അതിൻ്റെ കൂടെ നമ്മൾ എല്ലാവരും മാന്യമായിട്ട് പാടുമ്പോൾ നമ്മൾ മാത്രം വേറൊരു രീതിയിൽ പാടി കുളമാക്കരുത്. അതെ അതെ. അപ്പോൾ നമ്മൾ ചുണ്ടനക്കും. ചിലർക്ക് എല്ലാവരെയും ഓർമ്മയുണ്ടാവില്ല. ആ വരി വരുമ്പോൾ അവർ മിണ്ടാതെ നിൽക്കുക, അടുത്ത വരിയിൽ അവർ ജോയിൻ ചെയ്യും. ഇങ്ങനെയാണ് സാധാരണ എല്ലാ മനുഷ്യരും ജനഗണമനയിൽ പങ്കുചേരുന്നത്. അത് അറ്റൻഷനായിട്ട് തന്നെ നിൽക്കണം, അല്ലാതെ എങ്ങനെയെങ്കിലും നിന്നാലും പോരാ. അങ്ങനെ നിന്നാണ് നമ്മളുടെ ശശി തരൂർ വഴക്ക് വിലയ്ക്ക് മേടിച്ചത്. ശശി തരൂർ ഈ അമേരിക്കക്കാർ ദേശീയഗാനം ചൊല്ലുമ്പോൾ അവരൊരു കൈ ഇങ്ങനെ നെഞ്ചത്ത് വെച്ചിട്ടാണ് ചൊല്ലുന്നത്. ശശി തരൂർ സ്വയം ഇങ്ങനെ നെഞ്ചത്ത് കൈവച്ച് മാത്രമല്ല, സദസ്സിനെ കൊണ്ടും ഇങ്ങനെ വയ്ക്കാൻ പറഞ്ഞു ജനഗണമന പാടും. അത് കേസായി. അത് ഊരാൻ വല്ലാതെ വിഷമിച്ചങ്ങനെ. കാരണം പ്രകടമായ ഈ ഇതാണ്, നിയമലംഘനമാണ്. നിങ്ങൾ ജനഗണമന ചൊല്ലിയില്ലെന്നേ ഉള്ളൂ, അത് കുറ്റമൊന്നുമല്ല. ഒരു ചടങ്ങിൽ നമ്മൾ ദേശീയഗാനം ചൊല്ലിയില്ല, അതുകൊണ്ട് തെറ്റൊന്നുമില്ല. ബട്ട് ചൊല്ലുമ്പോൾ അതതിൻ്റെ മര്യാദ ചിട്ടയനുസരിച്ച് അത് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. 52 സെക്കൻഡാണ് നമ്മളുടെ ജനഗണമനയുടെ സമയം. അതിൽ കൂടുതൽ ശാസ്ത്രീയ സംഗീതം പോലെയൊക്കെ പാടി നീട്ടിയാലും അതും അപമാനിക്കലാണ്. അതൊരു പക്ഷേ ത്യാഗരാജൻ്റെ കല്യാണി രാഗത്തിലായിരിക്കും നിങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്, മനോഹരമായിരിക്കും കേൾക്കാൻ, പക്ഷേ അത് ദേശീയഗാനത്തെ അപമാനിക്കലാണ്. ദേശീയഗാനത്തിനൊരു ഈണമുണ്ട്. സാധാരണക്കാർക്ക് രവിശങ്കറിൻ്റെ എനിക്കറിയില്ല സാർ, അതിൻ്റെ രവിശങ്കർ അതിന് മുമ്പ് ഉണ്ടല്ലേ. രവിശങ്കർ സംഗീതജ്ഞനാകുന്നതിന് മുമ്പ് തന്നെ ദേശീയഗാനം ഉണ്ട്, ജനഗണമനയുണ്ട്. അതിൻ്റെ സംഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ ബാൻഡ് വാദ്യത്തിനും പിന്നെ സാധാരണക്കാർക്ക് വളരെ എളുപ്പം ചൊല്ലാവുന്ന ഈണം താളത്തിലാണ്. അതിൽ വലിയ സംഗീതമോ വലിയ ഗമകങ്ങളോ സംഗതികളോ അങ്ങനെയൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ഏത് മനുഷ്യനും ചൊല്ലാവുന്നു. അതുപോലും ചൊല്ലാൻ അറിയാത്ത ആൾക്കാരുണ്ടാവും, അവരാണ് ഈ മിണ്ടാതെ അറ്റൻഷനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഹൈക്കോടതി അനുവദിച്ചു, എണീറ്റ് നിന്നാൽ മതി, ചൊല്ലണ്ട. ശരിയെന്ന് ഇമ്മാനുവൽ ബിജോ ഇമ്മാനുവൽ. അതൊരു സ്കൂളിലെ കേസായിരുന്നു. സ്കൂളിൽ ഇവർ യഹോവ സാക്ഷികളുടെ ഗ്രൂപ്പിലാണ് ഈ ബിജോ ഇമ്മാനുവലും വേറെ കുറച്ച് സ്റ്റുഡൻസും ഉണ്ടായിരുന്നു. അവർ യഹോവ സാക്ഷികളാണ്. അപ്പോൾ അവരിങ്ങനെ വേറൊരാളിനെ മഹത്വപ്പെടുത്തുന്ന, അത് ഭാരതമായാലും ലോകമായാലും ആരായാലും, ഞങ്ങൾ യഹോവയെ ഒഴിച്ച് വേറെ ആരെയും മഹത്വപ്പെടുത്തില്ല എന്നുള്ള വാശി. അങ്ങനെയാണത് കേസായത്. ബട്ട് അവരും കുറച്ച് ലിബറൽ ഇതെടുത്ത്, ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നില്ല, ഞങ്ങൾ എണീറ്റ് നിൽക്കാം, ആദരവോടെ നിന്നോളാം, ഞങ്ങൾ അനാദരവൊന്നും കാണിക്കില്ല. അത് കേരള ഹൈക്കോടതി സമ്മതിച്ചു. അതൊരു പ്രസിഡൻസായിട്ട് എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് ഈ പട്ടാളക്കാരുടെ കാര്യത്തിൽ കോടതികൾ കൺസിസ്റ്റൻ്റായിട്ട് ഈ നിലപാടെടുത്തു. സാധാരണ പൗരന്മാർക്കുള്ള ഇളവുകൾ പട്ടാളക്കാർക്കില്ല. പട്ടാളം ഒരു പ്രത്യേക ഡിസിപ്ലിനിൽ കഴിയുന്ന ഒരു ഫോഴ്സാണ്, അല്ലാതെ വെറും ഒരു ആൾക്കൂട്ടമല്ല. നിങ്ങളുടെ ജീവിത രീതി, നിങ്ങളുടെ ചിന്താഗതി ഇതെല്ലാം വ്യത്യസ്തമായിരിക്കണം. സാധാരണ ആളിന് ഉഴപ്പിനായിട്ടും മുണ്ടുമൊക്കെ മടക്കി കുത്തി കള്ള് ഷാപ്പിലും കയറിയൊക്കെ നടക്കാം, നിങ്ങളത് നടക്കാൻ പാടില്ല. നിങ്ങളൊരു സിവിലിയനായിട്ട് ഇറങ്ങി നടക്കുമ്പോൾ പോലും നിങ്ങളൊരു പട്ടാളക്കാരനാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം. അതിൻ്റെ മാന്യത ജനങ്ങൾ നിങ്ങൾക്ക് തരികയും ചെയ്യും. നിങ്ങൾ റിട്ടയറായി കഴിഞ്ഞാൽ പോലും നിങ്ങളൊരു ചിട്ടയിലൊക്കെ വേണം ജീവിക്കാൻ. ഇപ്പോൾ എക്സ് സർവീസ്മെൻ നമ്മളുടെ നാട്ടിൽ അവരെ പറ്റി ആകെ ഒരു പരാതിയുള്ളത് അവർ ഈ പട്ടാള കഥകൾ പറഞ്ഞ് മനുഷ്യരെ ബോധിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. നിർദോഷമായ ഒരു കാര്യം മാത്രമാണ് അത്. ചിലർ പറയുന്നത് കേൾക്കാനൊരു സുഖം, പക്ഷേ ജനറലൊന്നും അല്ല രുചി. അതൊരു അല്പം അതിശയോക്തിയൊക്കെ കലർത്തി ആ കഥകൾ കേൾക്കുന്നത് തന്നെ ഒരു സുഖമാണല്ലോ.
പാകിസ്ഥാൻ്റെ ബോംബ് ഇങ്ങനെ വന്നു, ഞാൻ ചാടി കയറി പിടിച്ചു, അല്ലെങ്കിൽ അത് താഴെ വീണ് പൊട്ടി എല്ലാവരും മരിച്ചു പോയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടിവിട്ടു. ട്രോളൻ കഥാപാത്രങ്ങളുണ്ട് മലയാളത്തിൽ. അത് നമ്മളുടെ ജാലിയൻ സ്വാതന്ത്ര്യ സമരം നടത്തുന്നത് പറയും. അത് അത് ഒരു എൻ്റർടൈൻമെൻറ്റ് കൂടെയാണ്. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശത്ത് വേറെ എൻ്റർടൈൻമെൻ്റ് ഇല്ലാത്ത കാലത്ത് ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അപ്പോൾ പട്ടാളക്കാരുടെ ജീവിതം ചിട്ടയോടുകൂടി മാതൃകാപരമായിട്ട് ആളുകൾക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കുന്ന ഇതാണ്. അവരുടെ ഫ്ലാഗ് മാർച്ച് എന്ന് പറയില്ല. ഒരു സ്ഥലത്ത് കലാപം ബഹളമൊക്കെ നടന്നു കഴിഞ്ഞാൽ പട്ടാളം ഇറങ്ങി എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് പേടിയല്ല, ആശ്വാസമാണ് ഉണ്ടാകുന്നത്. അവർ ഫ്ലാഗ് മാർച്ച് നടത്തും. പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാതെ ചുമ്മാ അങ്ങ് മാർച്ച് ചെയ്ത് പോകും റോഡിലൂടെ. അതോടെ ആ പ്രദേശത്തുള്ളവർ അല്ലെങ്കിൽ ഇവരുടെ ബൂട്ടിൻ്റെ സ്വരം കേൾക്കുമ്പോൾ തന്നെ ഇനിയിപ്പോൾ ഒരു തെമ്മാടിത്തരം ഇവിടെ നടക്കില്ല, പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആൾ വന്നു കഴിഞ്ഞു, അവരുടെ കയ്യിൽ തോക്കും കളിച്ചാൽ വെടികൊള്ളും. അതുകൊണ്ട് മര്യാദക്കാർക്ക് സമാധാനമായിട്ട് ജീവിക്കാം, കണ തുറക്കാം, കച്ചവടം നടത്താം, എല്ലാം ചെയ്യാം. പട്ടാളം ഉണ്ട്, അവരുണ്ടായാൽ മാത്രം മതി, അവർ ഉപയോഗിക്കുന്നില്ല. ഇത് ഇങ്ങനൊരു മെസ്സേജ് ജനങ്ങളിലേക്ക് പോകുന്നത് ഇവരുടെ ഈ ചിട്ടയായ ജീവിത രീതി കൊണ്ടും ഡിസിപ്ലിൻ കൊണ്ടും അവർ എല്ലാവരെയും ബഹുമാനിക്കുന്നു. അത് അവർ ചെയ്ത് കാണിക്കാൻ തയ്യാറാണ്. ഇപ്പം ഈ പറഞ്ഞത് ഗുരുദ്വാരയിലായിരുന്നു. അതിനു മുമ്പ് ഞാൻ വായിച്ച ജഡ്ജ്മെൻറ്റ് ഹിന്ദു ക്ഷേത്രത്തിലായിരുന്നു. അപ്പോൾ അവർ അതിലും ക്രിസ്ത്യൻ തന്നെയായിരുന്നു. അവർ ഒരു സ്ഥലത്ത് വെറുതെ അവർ അമ്പലത്തിലോ പള്ളിയിലോ ഒന്നും അവർ കയറാൻ വരില്ല. അവരുടെ സ്കീം അനുസരിച്ച് അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ ചില സ്ഥലത്ത് അവർ കയറാൻ തീരുമാനിക്കും. അവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ പാഴ്സിയോ ഒന്നുമില്ല. ആ ആരാധനാലയത്തിൻ്റെ ചിട്ട എന്താണോ അത് നിങ്ങൾ 100% പാലിച്ച് അതിനുള്ളിൽ കയറിയിരിക്കണം. അല്ല ഞാൻ പുറത്ത് നിൽക്കാം, നിങ്ങൾ പോയിട്ട് വാ എന്ന് പറയുന്ന നടക്കില്ല. അല്ലെങ്കിൽ ഒരു ഫോർ ഫ്രണ്ടിൽ സൈന്യത്തിൽ പാടില്ലല്ലോ. ഇല്ല, മാർച്ച് എന്ന് പറഞ്ഞാൽ മാർച്ച് ചെയ്തോളണം. പള്ളി എങ്കിൽ പള്ളി, അമ്പലം എങ്കിൽ അമ്പലം. അത് കറക്റ്റാണ്. അപ്പോൾ എന്തായാലും സാധാരണക്കാരുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വിശ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യം, മനുഷ്യാവകാശം തുടങ്ങിയ ഇതിപ്പോൾ ഇങ്ങനെ കൂടി വരും. കാരണം ഇപ്പോൾ ഇയാൾക്ക് വേണ്ടി ഹാജരായത് ഗോപാൽ ശങ്കർ നാരായൺ ആണ്. നല്ല വക്കീലാണ്. സുപ്രീം കോടതിയിൽ സാമാന്യം നല്ല കാശ് വാങ്ങുന്ന വക്കീലാണ്. അപ്പോൾ ദാറ്റ് മീൻസ് ഇയാളൊരു സാധാരണക്കാരനല്ല. സംബഡി ഈസ് ഫൈനാൻസിങ്. നമ്മളുടെ പട്ടാളത്തിൻ്റെ കെട്ടുറപ്പ് അകത്ത് നിന്ന് ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങളുണ്ട്, പുറത്തു നിന്ന് അവരെ കരിവാരി തേക്കാനുള്ള ശ്രമങ്ങളുണ്ട്. പട്ടാളത്തിൽ സംവരണമുണ്ടോ, OBC എത്രയുണ്ട്, നായർ എത്ര, നായരിൽ തന്നെ കർത്താവ് എത്ര, കൈമൾ എത്ര, ഇങ്ങനെയൊക്കെ ചോദിച്ച് മനുഷ്യനെ ഉപദ്രവിക്കാൻ ഈ സ്കീമെല്ലാം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള വക്കീൽ ഇതിൽ ഹാജരാക്കിയിരിക്കുന്നത്. പിന്നിൽ ആരോ ഉണ്ടെന്ന് കൂടി സംശയിക്കണം. അതല്ലാതെ ഒരാൾ സർവീസിൽ അയാൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിന് വേണ്ടി അയാൾ ഫൈറ്റ് ചെയ്യുന്നു, വെൽ അതിൽ തെറ്റൊന്നും മാത്രമല്ല ബലം പിടിച്ചോളണമെന്നില്ല. സസ്പെൻഷൻ കിട്ടിയേ അടങ്ങൂ എന്ന് ബലം പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, ജോലി സാധനം ഏതായാലും കേസായി കോടതിയിൽ ഒരു വക്കീലിനെ വയ്ക്കണം. അപ്പോൾ ഒരു സാധാരണ വക്കീലിനെ, ഒരു പട്ടാളക്കാരന് എത്ര വലിയ വക്കീലിനെ അഫോർഡ് ചെയ്യാൻ പറ്റും? ദാറ്റ് മീൻസ് സംബടി ഈ പറഞ്ഞ ഗ്രൂപ്പ്സിൽ ആരെങ്കിലും അയാളെ ഫൈനാൻസ് ചെയ്യുന്നുണ്ടാവണം. താൻ ധൈര്യമായിട്ട് നിന്നോ, ഞങ്ങൾ ഫൈറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവരുടെ ഗാങ്ങിൽപ്പെട്ട ഒരാളാണ് ഗോപാൽ ശങ്കർ നാരായൺ. ഈ കപിൽ സിബൽ, അഭിഷേക് മനു സിംഗ്വി, ഒന്നാംകിട വക്കീലന്മാരുടെ ഒന്നാംകിട വക്കീലന്മാരുടെ വാസ്തവത്തിൽ രണ്ടാംകിടയായിരുന്നു ഗോപാൽ ശങ്കർ നാരായൺ ഒരു 2 വർഷം മുമ്പ് വരെ. ഇപ്പോൾ അദ്ദേഹം ഈ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസിൽ വന്നു കഴിഞ്ഞു ഗോപാൽ ശങ്കർ നാരായൺ. ബട്ട് അതേസമയം ഒരു വക്കീൽ എന്നുള്ള നിലയ്ക്ക് വളരെ ഷാർപ്പാണ്, നല്ല എക്സ്പെർട്ടാണ്. എന്തായാലും അങ്ങനെ ആരെങ്കിലും പുറകിലുണ്ട് എന്നുകൂടി സംശയിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ ഈ വിധി, ഖണ്ഡിതമായിട്ടുള്ള ഈ വിധി, വിട്ടുവീഴ്ചയില്ലാത്തൊരു വിധി, ഒരു കാരണവശാലും ഇന്ത്യൻ സേനയുടെ ഡിസിപ്ലിനെ ഏതെങ്കിലും മതമോ വിശ്വാസമോ സ്വാധീനിക്കാൻ പാടില്ല എന്ന ഖണ്ഡിതമായ വിധി അരക്കിട്ടുറപ്പിക്കേണ്ടതാണ്. ഇനിയൊരു കീഴ്വഴക്കം അങ്ങനെ ആരും സൃഷ്ടിക്കാൻ പോലും ശ്രമിക്കാൻ പാടില്ലാത്ത വിധം, അല്ലേ? തീർച്ചയായിട്ടും ഇന്ത്യ മുഴുവൻ സ്വാഗതം ചെയ്യേണ്ട ഒരു വിധി. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.